ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വിബ്ജൂർ അക്കാഡമിയുടെ വിബ്ജൂർ എജു ഹബിലേക്ക് പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. SSLC 2025-26 എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിബ്ജൂർ അക്കാഡമിയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഒരാഴ്ചത്തെ ക്ലാസ്സിലാണ് നമ്മളിവരെ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് ചാപ്റ്ററുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ട നിങ്ങളെല്ലാവരുടെയും ആവശ്യപ്രകാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ലെസനാണ്. പക്ഷേ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ലെസൺ മാത്രമായി ചർച്ച ചെയ്യുമ്പോൾ ചില പരിമിതികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒന്നാണ് പോളിനോമിയൽ. കാരണം നമുക്ക് കൂടുതലായിട്ടും പോളിനോമിയൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വരെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും ഇവർ രണ്ടാളും രണ്ടാംകൃതി സമവാക്യങ്ങളും രണ്ടാംകൃതി ബഹുപദങ്ങളും ഇവർ രണ്ടാളും വളരെയധികം അടുത്ത ബന്ധമുള്ള ആളുകളാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത്, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രീൻ്റെ ക്വസ്റ്റ്യൻ ആണോ അതോ പോളിനോമിയലിൻ്റെ ക്വസ്റ്റ്യൻ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധാരണ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഈ 2 പാഠങ്ങളിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അതിൻ്റെ PYQും. എനിക്ക് തോന്നുന്നു ഈ 2 പാഠം കൂടി എടുക്കാനുള്ളത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പോയിന്റും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ഉണ്ടാവുക. അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 2025 കഴിഞ്ഞ കൊല്ലത്തെ SSLCയുടെ 2024 2023 തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യാനായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോണത്. അത് മാത്രമല്ല, 2025 പുതുതായി കയറി വരുന്നുണ്ട്. എല്ലാവരോടും ഒരു കാര്യം തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2025-26 SSLCയിൽ പുതുതായി ചോദിക്കുന്ന SSLCയുടെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മുടെ മറ്റ് ചോദ്യങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ 2016 മുതൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ചോദിച്ചിരുന്ന മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. വെറും 30 ആളുകൾക്കാണ് നമ്മൾ ആ ബാച്ചിലേക്ക് എൻട്രി നൽകാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഫീസുകളും അതിൻ്റെ സ്ട്രക്ചറുകളും ഇപ്പം ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഓഫറും നമുക്ക് പറഞ്ഞുതരാം. അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡിസംബർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ പ്രോസസ്സ് ഡിസംബർ 27-ാം തീയതി മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ന്യൂ ഇയർ ഓഫറുണ്ട്. ഏകദേശം 50% ഓഫർ വരുന്നതാണ്. വെറും 799 രൂപ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഉണ്ടാവുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വെറും 30 പേര്. കാരണം നമ്മൾ ആദ്യത്തെ ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ടാണ് നമുക്ക് വളരെ കുറച്ച് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ കുട്ടികളിലേക്കും നമ്മുടെ സ്ഥാപനത്തെ ഓൺലൈനായി അറിയപ്പെടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുമാണ് നമ്മൾ ഇത്രയും പ്രൈസ് കുറച്ച് എന്ത് ചെയ്യണത്, അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ വിദ്യാർത്ഥികൾ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ 10 വർഷത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും മുഴുവൻ പാഠങ്ങളുടെയും റിവിഷനും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പുതിയ രൂപത്തിലുള്ള, ഇപ്പോൾ തന്നെ പുതിയ 3 ചോദ്യ പേപ്പർ വരാൻ സാധ്യതയുള്ള 3 ചോദ്യ പേപ്പർ SCERT ഇറക്കിയിട്ടുണ്ട്. ആ 3 ചോദ്യ പേപ്പറും നമുക്ക് പിന്നീട് മോഡൽ എക്സാമും പബ്ലിക് എക്സാം വരെയും നിങ്ങൾക്ക് സപ്പോർട്ട് ആയിക്കൊണ്ട് നമ്മൾ കൂടെ ഉണ്ടാവും. അതോടുകൂടെ നമ്മൾ ഓഫ്ലൈനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതല്ലാതെ പുതുതായി വിബ്ജൂറിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കൂടുതൽ സമയം കളയുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ ഫേസ് ആയിരിക്കില്ല കാണുക, നിങ്ങൾ ഇനി കാണുക നമ്മൾ സ്ക്രീനിലായിരിക്കും. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കും. ആ എഴുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് എന്ത് ചെയ്യാം, അവിടെ കാണാം. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ആരും എന്ത് ചെയ്യരുത്, ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കരുത്. പഠനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. യെസ് മക്കളെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. SSLC മാത്സിൻ്റെ എക്സാം സ്പെഷ്യൽ സീരീസിലെ 3ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യാൻ പോകണമെന്ന് ഓൾറെഡി പറഞ്ഞു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന പാഠവും പോളിനോമിയൽ എന്ന പാഠവും, മലയാളത്തിൽ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന പാഠവും അതേപോലെ ബഹുപദങ്ങൾ എന്ന പാഠവും. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഒരു കാര്യം ഉറപ്പാക്കിയിട്ട് പോയാലോ. എന്തൊക്കെയാണ് ഇതിൽ സിമിലാരിറ്റീസ്, ഈ 2 പാഠങ്ങൾ തമ്മിൽ എന്താ ബന്ധം, എന്താ ഈ പാഠം കൊണ്ട് അർത്ഥമാക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോകാം. നമുക്ക് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ. എന്താ ഇക്വേഷൻസ്? നമ്മുടെ ഒരു ഈക്വൽ ടു ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടതുഭാഗത്ത് കുറച്ച് ടേംസ് ഉണ്ടാവും. ഉദാഹരണത്തിന് x+5 = 10 അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും എന്ന് വിചാരിക്കും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഇക്വേഷനാണ്, എങ്കിലും ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ ഇയാൾ എന്താണ്, ഇപ്പോൾ ഒരു ഇക്വേഷനാണ്. എപ്പോഴാണ് ഇയാളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുക അല്ലെങ്കിൽ രണ്ടാംകൃതി സമവാക്യം എപ്പോഴാണ് ആവുക എന്ന് വെച്ചാൽ, ആ സമവാക്യത്തിൽ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ ആരായിരിക്കും? x² + 2x + 3
ഈക്വൽ ടു സംതിങ് 5 അല്ലെങ്കിൽ 0 എന്തെങ്കിലും ഒന്ന്. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ 2 ആയി നിൽക്കുമ്പോൾ ആ ഇക്വേഷന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതേപോലെ നമുക്ക് പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന വാക്കിനോടൊപ്പം സെക്കൻഡ് ഡിഗ്രി എന്ന് 10ാം ക്ലാസ്സിൽ പുതുതായി വന്നപ്പോൾ അതിൻ്റെ കണക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതേപോലെ പോളിനോമിയൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പോളിനോമിയലും ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. നമുക്ക് അടുത്ത പേജിൽ നിന്ന് കുറച്ച് വിശദമായി എഴുതി പറയാം. ഓക്കെ, എന്തൊക്കെയാണ് ഇവർ രണ്ടാളും തമ്മിലുള്ള ബന്ധമായിട്ട് വരുന്നത്? ഒന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത് ഒരു ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ജനറൽ ഫോം അല്ലെങ്കിൽ പൊതുവായ രൂപം, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ അല്ലെങ്കിൽ രണ്ടാംഗ സമവാക്യത്തിൻ്റെ പൊതുവായ രൂപം എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ പൊതുവായ രൂപം. ഇതിൽ എക്ക് പകരം 0 വരാൻ പാടില്ല. അതായത് എയുടെ വില ഒരിക്കലും എന്താവാൻ പാടില്ല? a ഈസ് നോട്ട് ഈക്വൽ ടു 0. എ ഒരിക്കലും 0 ആവാൻ പാടില്ല. ബിയും സിയും ഒക്കെ 0 ആയാലും പ്രശ്നമൊന്നുമില്ല, നെഗറ്റീവ് ആയാലും പ്രശ്നമില്ല, എന്തായാലും കുഴപ്പമില്ല. എ 0 ആവാൻ പാടില്ല, ബാക്കി നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണമെങ്കിലും ആവാം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഏതിൻ്റെ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ. ഇനി വാട്ട് ഈസ് മീൻ ബൈ പോളിനോമിയൽ? ബഹുപദങ്ങൾ അല്ലെങ്കിൽ പോളിനോമിയൽ പറഞ്ഞാൽ ആരാണ്? ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ, ഒന്നാം കൃതി ബഹുപദമാണെങ്കിൽ അയാളുടെ പൊതുവായ രൂപം ax പ്ലസ് b എന്നതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 2x പ്ലസ് 5 അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം. ഇതിന് ഈക്വൽ ടു ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഈക്വൽ ടു ഉണ്ടാവണമെന്ന് ഇല്ല. മനസ്സിലായല്ലോ? ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് എന്താണ് പ്രത്യേകത? അയാളുടെ ജനറൽ ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ax² പ്ലസ് bx പ്ലസ് c. ഇതാണ് നമ്മുടേത്. അപ്പോൾ ഇയാളും തമ്മിൽ എന്ത് ബന്ധമുള്ളത് നോക്ക്. മുകളിൽ നമ്മൾ എഴുതിയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും ഇപ്പോൾ നമ്മൾ എഴുതിയതും തമ്മിൽ എന്ത് ബന്ധമുള്ളത് നോക്കി നിങ്ങൾ. ഇവിടെ ഒരു ഈക്വൽ ടു 0 ഉണ്ട്. ഏതിൽ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ. പോളിനോമിയലിൽ ഒരു ഈക്വൽ ടു 0 ഇല്ല. അപ്പോൾ പോളിനോമിയലിൽ ചില സമയങ്ങളിലൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യലുണ്ട്? ഈക്വൽ ടു ഇട്ട് കൊടുക്കലുണ്ട്. അങ്ങനെ ഈക്വൽ ടു ഇട്ട് കൊടുക്കുമ്പോൾ ഈ പോളിനോമിയൽ പറയുന്ന ആൾ എന്തായിട്ട് മാറും? സെക്കൻഡ് ഡിഗ്രി ആയിട്ട് മാറും. ഞാൻ ഈ പറയുന്ന കാര്യം ഈ പാഠത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അവബോധം ഉള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അതും കൂടി ഉണ്ട്. അപ്പോൾ തീരെ മനസ്സിലാക്കാത്തവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി വിശദമാക്കി പറഞ്ഞു തരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇക്വേഷൻ ആയതുകൊണ്ട് അതിൽ ഈക്വൽ ടു ഉണ്ടാവൽ നിർബന്ധമാണ്. ഓക്കെ, മാത്രമല്ല എൻ്റെ ജനറൽ ഫോം പറഞ്ഞാൽ ഇതാണ്, അതിൽ ഈക്വൽ ടു 0 ആണ് വരുന്നത്. പക്ഷേ ഒരു പോളിനോമിയലിന് ഈക്വൽ ടു 0 വേണമെന്നില്ല. പോളിനോമിയൽ എന്താണ്? പോളിനോമിയൽ ഇത് തന്നെ ഒരു പോളിനോമിയലാണ്. ഇത് ഈക്വൽ ടു ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ ആവില്ല, അത് പോളിനോമിയലാവും. ഇത് മാത്രം എടുത്ത പോളിനോമിയലാവും, സി വരെ ഈക്വൽ ടു കൂടി. അപ്പോൾ നോക്ക്, ഒരു പോളിനോമിയലിന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകാൻ വലിയ സമയമൊന്നും വേണ്ട. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ, സൊല്യൂഷൻ കണ്ടുപിടിക്കുക പറഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ സൊല്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് കരുതുന്നു. നമ്മൾ എന്ത് ചെയ്യണത്? കുറച്ച് വാക്കുകൾ പുതുതായിട്ട് പഠിക്കാൻ പോകണം. എന്തൊക്കെയാണ് വാക്കുകൾ? എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകണം നോക്ക്. സൊല്യൂഷൻ. ഓക്കെ, എന്തൊക്കെ വാക്കാണ് നമ്മൾ പഠിക്കാൻ പോണ്? ഒന്നാമത്തെ വാക്കാണ് സൊല്യൂഷൻ. എന്താ സൊല്യൂഷൻ പറഞ്ഞാൽ? എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണല്ലേ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം? ഉദാഹരണത്തിന് നമ്മുടെ പ്രോബ്ലം ഇതാണ്. ഞാനൊരു സൈഡിൽ ഒരു ചെറിയ എക്സാമ്പിൾ എഴുതി തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമേ. ഒരു ചെറിയ എക്സാമ്പിൾ എഴുതി തരാം. അത് നമ്മുടെ പ്രോബ്ലം ഇതാണ്. x + 2 = 8. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലം എപ്പോഴാണ് ഇതൊരു സൊല്യൂഷനായി മാറുന്നത്? എക്സിന് പകരം ഒരു പ്രോപ്പറായ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ്. എക്സ് ഏത് നമ്പർ എടുത്താലാണ് അത് ശരിയാകുക എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എടുത്തു. ഏതോ ഒരു നമ്പറിനോടൊപ്പം 2 പ്ലസ് ചെയ്തപ്പോൾ എനിക്ക് ഇപ്പുറത്തുള്ള നമ്പർ കിട്ടണം. അപ്പോൾ ഞാൻ എക്സിന് പകരം എന്തെടുക്കണം? എക്സിന് പകരം 6 എടുക്കണം. എക്സിന് പകരം 6 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 + 2 = 8. ഇടതുഭാഗത്തുള്ള വാല്യൂവും വലതുഭാഗത്തുള്ള വാല്യൂവും ഈക്വലായി. അങ്ങനെ ഈക്വലായ സമയത്ത് നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് തന്നെ x = 6 എന്നുള്ളത്
എക്സ് ഈക്വൽ ടു 6 എന്നുള്ളത് മുകളിൽ പറഞ്ഞ ഇക്വേഷൻ്റെ, ഇയാൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്, ഈ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ പറഞ്ഞത്. ഇത് മനസ്സിലാക്കിക്കോളൂ. സെക്കൻഡ് ഡിഗ്രി ആണെങ്കിലും അതേപോലെ പോളിനോമിയൽ ആണെങ്കിലും നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സൊല്യൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതാം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് എഴുതാണ് എക്സ് സ്ക്വയർ പ്ലസ് വേണം, നമുക്ക് മൈനസ് ഇടാം. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4, ഇതൊരു പോളിനോമിയലാണ്. ഇപ്പോൾ ഈക്വൽ ടു 0. ഈ പോളിനോമിയൽ ഇപ്പോൾ എന്തായി മാറി? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി മാറി. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ഉള്ളവിടെയൊക്കെ നമ്മൾ 1 എന്നുള്ള വില ഇട്ട് കൊടുക്കണ്ടേ? നോക്കാം നമുക്ക്. 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് 4 ഈക്വൽ ടു 0 എഴുതേണ്ട നമുക്ക് കിട്ടണം കേട്ടോ. 1 സ്ക്വയർ 1 മൈനസ് 4 ഇൻറ്റു 1 പറയുമ്പോൾ 4, പിന്നെ ഒരു പ്ലസ് 4. ഈ മൈനസ് 4ഉം പ്ലസ് 4ഉം ക്യാൻസലായി പോയ ഉത്തരം നമുക്ക് എന്ത് കിട്ടി? 1. എന്താ നമുക്ക് കിട്ടേണ്ടത്? 0. കിട്ടിയോ? ഇല്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ഇതിൻ്റെ സൊല്യൂഷൻ ആണോ? അല്ല. അപ്പോൾ നമുക്ക് തോന്നിയ പോലെ സൊല്യൂഷൻ പറയാൻ പറ്റില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഇനി യഥാർത്ഥത്തിൽ ഇയാളുടെ സൊല്യൂഷൻ എന്തായിരുന്നു? അത് നമുക്ക് നോക്കാം. എന്തായിരുന്നു ഇയാളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? എക്സ് ഈക്വൽ ടു 2 എന്നായിരുന്നു. എക്സ് ഈക്വൽ ടു 2 നമുക്ക് നോക്കാം ശരിയാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടായില്ലല്ലോ, ഇതിലിട്ട് കൊടുക്കണം. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ഈ പാഠത്തിലെ പ്രോബ്ലത്തിലേക്ക് വരുന്നുള്ളൂ. ഈ ടേം എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് മനസ്സിലാക്കി ഇത് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് നേരത്തെ കൂട്ടി അറിയുമെന്ന് എനിക്കറിയില്ല. സ്കൂളിലെല്ലാം വിശദമായി എടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, സൊല്യൂഷനുമായി കണക്ട് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സമയമില്ലാത്തത് കൊണ്ടായിരിക്കും പ്രധാനമായിട്ടും. എന്തായാലും നമുക്ക് നോക്കാം. എക്സ് ഈ സംഭവം മനസ്സിലായാലും ഇത് ബാക്കി കിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എക്സ് സ്ക്വയർ അപ്പോൾ 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 പ്ലസ് 4 ഈക്വൽ ടു 0 എഴുതണ്ട, കിട്ടണം. ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 4 ഇൻറ്റു 2 പറഞ്ഞാൽ 8 പ്ലസ് 4. അപ്പോൾ നോക്ക്, ഫസ്റ്റുള്ള 4ഉം അവസാനമുള്ള 4ഉം കൂടി കൂട്ടിയാൽ 8 മൈനസ് പിന്നെ ഒരു 8 മൈനസ് 8 എത്രയാ? 0. കണ്ട. അപ്പോൾ നമ്മൾ ഈ എക്സിന് പകരം ഒരു പർട്ടിക്കുലർ വില ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? റൈറ്റ് സൈഡുള്ള വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് ദാ ഇവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ എക്സ് ഈക്വൽ ടു 2 ഈസ് ദ സൊല്യൂഷൻ ഓഫ് ആര് തന്നിരിക്കുന്ന ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു 2 എന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന ഇക്വേഷൻ്റെ എന്താണ്? സൊല്യൂഷനാണ്, പരിഹാരമാണ് എന്ന് പറയാം. മനസ്സിലായല്ലോ മക്കളെ എന്താണ് പരിഹാരം എന്ന്? മനസ്സിലായല്ലോ? ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ എന്താണ് പരിഹാരം എന്ന്? ഇനി വാട്ട് ഈസ് മീൻ ബൈ ഫാക്ടർ, അത് നമുക്ക് നോക്കാം. എന്താണ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനി ഞാൻ മറ്റേ സെക്കൻഡ് ഡിഗ്രീൻ്റെ പോയിന്റ്സാണ് പറയേണ്ടത്. ജസ്റ്റ് ഞാൻ ഇവിടെ തന്നെ ഒന്ന് മായ്ച്ച് പറയാട്ടാ. എന്താണ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കൈയോടെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നു കരുതുന്നു. ഫാക്ടർ പറഞ്ഞാൽ എന്താണ്? ശരി, ഫാക്ടർ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഞാനൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇയാൾ എനിക്ക് എന്ത് ചെയ്തു? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാൻ പറ്റി. ഇതെങ്ങനെ എഴുതണമെന്നുള്ളത് പഠിക്കുന്നതാണ് നമ്മുടെ പാഠം ഉണ്ടാവും. അതിപ്പോൾ തന്നെ അയ്യോ ഇതെങ്ങനെ സാർക്ക് കിട്ടിയെന്ന് വിചാരിക്കേണ്ട, അത് പഠിക്കുന്നതാണ് നമ്മുടെ പാഠം. ഇയാൾ രണ്ടുപേരും നമ്മുടെ ഫാക്ടറുകൾ. ഇപ്പോൾ നോക്കിക്കോ, ഞാനൊരു നമ്പർ പറയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 28 എന്ന നമ്പർ പറയണം. 28 പറഞ്ഞാൽ 7 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 28 കിട്ടുമല്ലോ. അപ്പോൾ 7 എന്നുള്ളത് 28ൻ്റെ ഒരു ഫാക്ടറാണ്. 4 എന്നുള്ളതും 28ൻ്റെ എന്താണ്? മറ്റൊരു ഫാക്ടറാണ്. ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു വലിയ പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ, കൂടുതൽ പോളിനോമിയലാണ് ഈ ഫാക്ടർ പറയുന്ന സാധനം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോളിനോമിയൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ 2 ഫസ്റ്റ് ഡിഗ്രി ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി എഴുതി. എന്നാൽ വേറൊരു കാര്യമുണ്ട്, വെറുതെ എന്തെങ്കിലും എഴുതിയാൽ പോരാ. ഈ 7 4 കൂടി ഇൻറ്റു ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? ഈ ഉത്തരം കിട്ടണം. അപ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് നോക്കുക. ഈ എക്സിന് എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ. എക്സിനെ നമുക്കിനി അടുത്തത് -3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ -3x. അടുത്തത് -2നെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുക.
-2നെ x കൊണ്ട് ഇൻറ്റു ചെയ്ത് എന്താ കിട്ടുക? -2x. അടുത്തത് -2നെ -3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. മൈനസിനെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ പ്ലസ് അല്ലേ? 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 അല്ലേ വരിക? അപ്പോൾ എന്താ നമ്മുടെ ആൻസർ വരിക? 6 കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ ആൻസർ വരിക? x² -3x -2x. അപ്പോൾ എത്രയായി? -2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5x + 6. ഇതല്ലേ നമ്മുടെ ചോദ്യം? അപ്പോൾ ഇത് ഇയാളുടെ ഫാക്ടറാണ് എന്ന് പറയണമെങ്കിൽ ഈ 2 ഫാക്ടറും കൂടി ഇൻറ്റു ചെയ്താൽ അത് കിട്ടണം. ഈ ഒരു ഐഡിയ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇനി അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫാക്ടറുകൾ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഒരു വാക്കും കൂടി പഠിക്കാനുണ്ടല്ലോ. എല്ലാം പറഞ്ഞല്ലോ ഫാക്ടർ. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഫാക്ടർ? ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ മൾട്ടിപ്പിൾസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി, ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ. ഇനി ഇതിന്റെ മുകളിൽ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഞാനിനി നമ്മുടെ പാഠത്തിന്റെ പ്രധാന കണ്ടന്റിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഈ 3 വാക്ക് നമുക്ക് ക്ലിയർ ആയല്ലോ. എന്തൊക്കെ വാക്കുകളാണ് അപ്പോൾ പറഞ്ഞത്? നമ്മൾ എന്തൊക്കെ വാക്കുകളാണ് പറഞ്ഞത്? ഒന്ന് സൊല്യൂഷൻ, അത് ഓക്കെ. സൊല്യൂഷൻ ഓക്കെ. ഫാക്ടേഴ്സ്, ഇതിൽ ആരൊക്കെ ഫാക്ടർ? x- ഞാൻ ഇവിടെ 7 ഒരു ഫാക്ടറാണ്, 4 ഒരു ഫാക്ടറാണ് പറഞ്ഞ മാതിരി x-2 ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ x-3 ഇതിൻ്റെ മറ്റൊരു ഫാക്ടറാണ്. ഇങ്ങനെ വേറെ എഴുതുന്നതിനാണ് ഫാക്ടർ പറയുക. രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് എഴുതുന്നതിനാണ് മൾട്ടിപ്പിൾസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി, ഒന്നാം കൃതിയുടെ ഗുണനഫലം എന്ന് പറയാം. അപ്പോൾ സത്യത്തിൽ ഇതെല്ലാം വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രിയുടെയും അതേപോലെ തന്നെ പോളിനോമിയലിൻ്റെ ബേസിക്കിലേക്ക് പോവാം. ഈ പാഠത്തിന് അറിയാലോ നിങ്ങൾക്ക് എന്താണ് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനമായി സെക്കൻഡ് ഡിഗ്രിയിൽ വേണ്ടത്. ആദ്യം ഒരു ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ. അതായത് ആ ചോദ്യത്തിൽ എന്ത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്, അത് നമ്മൾ ബൈ പ്രാക്ടീസ് തന്നെ ചെയ്യണം. ഓക്കെ. പക്ഷേ ആ ബൈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യുക, അതാണ് നമ്മളിതിൽ ആദ്യം പഠിക്കുന്നത്. ഓക്കെ. അതായത് ഈ പാഠത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മക്കളെ ശ്രദ്ധിച്ചോ, ഇതിൽ ആകെ ഒരേ ഒരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളൂ. ഒരേ ഒരു പോയിന്റ്. എന്താണ് ആ ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുക്കുകയാണ്. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം? ax² + bx + c = 0. മക്കളെ, ഞാനൊരു കാര്യം കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളെല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം സമയം ചിലവഴിച്ചിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കൃത്യമായിട്ട് ചെയ്യണ്ടല്ലോ. ഓരോ ദിവസവും നമ്മൾ കുറച്ച് സമയം മാത്സിന് വേണ്ടി മാറ്റി വെച്ചാലേ മാത്സിൽ ഇമ്പ്രൂവ് ഉള്ളൂ. മാത്സ് മാത്രം പഠിച്ചാൽ പോരാട്ടോ. ഞാൻ മാത്സാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രശ്നം എന്നുള്ളത് കൊണ്ടാണ് മാത്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റീവുള്ള അതേപോലെ നിങ്ങൾക്ക് കുറവുകളുള്ള ഏരിയയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ സോഷ്യൽ പോലത്തെ വിഷയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കണം. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ എയുടെ വാല്യൂ എപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുക? എപ്പോഴാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ? ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുക. പക്ഷേ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ എ ഉണ്ടല്ലോ, എ പറഞ്ഞാൽ x² കോയിഫിഷ്യൻറ്റ്, അതായത് x² മുമ്പിലുള്ള വാല്യൂ, മലയാളത്തിൽ പറഞ്ഞാൽ x² ഗുണകം എന്നൊക്കെ പറയാം. x² മുമ്പിലുള്ള വാല്യൂ, ഉദാഹരണത്തിന് ഞാനിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് x² - 4x + 6 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ. ഇങ്ങനെ എടുത്തിരിക്കുന്ന ഇക്വേഷനിൽ എൻ്റെ 6 മാത്രം വരുന്നില്ല, എന്താണെന്നറിയില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഇക്വേഷനിൽ x² മുമ്പിൽ ഒന്നുമില്ല. അതിനർത്ഥം ഇവിടെ ഒന്നാണെന്നാണ്, ഒരു x² ആണെന്നാണ്. അപ്പോൾ x² മുമ്പിലുള്ള വില എന്ന് പറയുന്ന ആൾ, അതായത് എയുടെ വില 1. ഇനി ബിയുടെ വില ഈവൺ നമ്പർ പറഞ്ഞാൽ ഇരട്ട സംഖ്യ. ഇത് രണ്ടും ആയാൽ നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും SSLCക്ക് ഇങ്ങനെ വരുന്ന പ്രോബ്ലമാണ് തരിക. എങ്ങനെ? എയുടെ വില 1 ആവും, ബിൻ്റെ വാല്യൂ ഈവൺ നമ്പർ ആവും. അതല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയുണ്ടെന്നേ, നിങ്ങൾ പേടിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? x² - 4x + 6 = 0 എന്നാണ് ഞാൻ എഴുതിയത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിടുത്തം കിട്ടിയല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാം? ഇത് ഞാനിപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയതാണ്. എക്സ് സ്ക്വയറിന് മുമ്പിലുള്ള വാല്യൂ 1 ആണ്, എക്സിൻ്റെ മുമ്പിലുള്ള വാല്യൂ ഇതാ -4 ആണ്. അപ്പോൾ ഈവൺ നമ്പറാണ് അല്ലേ, 4 ആണല്ലോ വരുന്നത്. അപ്പോൾ ഈവൺ നമ്പറാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്താൽ വളരെ എളുപ്പത്തിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുത്ത് ചെയ്ത് നോക്കിയാലോ, ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയാലോ, അതോ നമുക്ക് പ്രോബ്ലത്തിലൂടെ ചെയ്താൽ മതിയോ? പ്രോബ്ലം നമുക്ക് ധാരാളം പ്രോബ്ലംസ് താഴെ ഇട്ടിട്ടുണ്ട്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം അല്ലേ, നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ഇടാം. ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4x, ഞാൻ അപ്പോഴേ ഫസ്റ്റ് എടുത്ത ഒരു പ്രോബ്ലം പറയുന്നത്, +4 = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇതിൽ എയുടെ വാല്യൂ ദാറ്റ് മീൻസ് എക്സ് സ്ക്വയറിന് മുമ്പിൽ 1 ആണ്, എക്സിൻ്റെ മുമ്പിൽ ഈവൺ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക? നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ എക്സ് സ്ക്വയറിന് അതേപോലെ എഴുതി, -4x എഴുതി. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവില്ല. അയാൾ ഈവൺ നമ്പറാണോ, ഓഡ് നമ്പറാണോ, നെഗറ്റീവ് ആണോ, 0 ആണോ ഒന്നും നോക്കണ്ട. അയാൾ ആരാണോ ഉള്ളത് അയാളെ പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോകുക. നമുക്ക് ഇത്രയും മതി. എക്സ് സ്ക്വയറിൽ ടേം എക്സിൽ ടേം. അയാൾ ചിലപ്പോൾ അപ്പുറത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ചെയ്യാം, ഒരു നമ്പറും, ക്വസ്റ്റ്യൻ ഇങ്ങനെ തരിക, ഒരു നമ്പർ പറയുമ്പോൾ എക്സ്, അതിന് തൊട്ടടുത്തുള്ള ഈവൺ, ഇതൊരു ഈവൺ നമ്പറാണ്, ഇതിന് തൊട്ടടുത്തുള്ള ഈവൺ നമ്പർ, അപ്പോൾ x+2 ആണ് വരിക. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ 144. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ എക്സ് ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്തിട്ട് x² + 2x = 144. കണ്ട? അപ്പോൾ സാധാരണ പ്രോബ്ലത്തിൽ വരുമ്പോൾ ഇയാൾ ഇപ്പുറത്ത് തന്നെ വരിക. ഞാൻ തന്നത് ഇപ്പുറത്ത് ആയതുകൊണ്ട് അയാളിനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, -4 ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? ഇതിന് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക? ഇതാ നമ്മുടെ x² - 4x എഴുതി, എന്നിട്ട് എക്സിൻ്റെ മുമ്പിലുള്ള സംഖ്യ ആരാണ് നോക്കി, ഈക്വൽ ടു പെടണ്ട, എക്സിൻ്റെ മുമ്പിലുള്ള സംഖ്യ ആരാണ് നോക്കി. എക്സിൻ്റെ മുമ്പിലുള്ള സംഖ്യ 4 ആണ്. 4ൻ്റെ പകുതി എത്രയാണ്? 2 ആണ്. 2ൻ്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടണം. അപ്പോൾ 2a² ഇപ്പുറത്തും കൂട്ടി, -4 ഓൾറെഡി ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ എന്താ എക്സ്ട്രാ കൂട്ടിയത്? അയാളിനെ അപ്പുറത്തും കൂട്ടി, 2². ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? x². ഇയാളെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? ബ്രാക്കറ്റ് ഇട്ടിട്ട് x-2 ആണ് ഇയാൾ. a-b² ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതാ എയുടെ പകരം x ആണ്, അപ്പോൾ a² -2 × x × 2, അപ്പോൾ അതാണ് -4x -2ab + b². കണ്ട? ഈ സാധനത്തിന് എക്സ്പാൻഡ് ചെയ്താൽ ഇത് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് 2ൻ്റെ സ്ക്വയർ 4 ആണ്, ഇയാളും -4 ആണ്. അപ്പോൾ 2 ക്യാൻസലായി പോയി, ഇവിടെ 0 ആയി. അപ്പോൾ x-2ൻ്റെ ഹോൾ സ്ക്വയർ 0 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? x-2 = 0. ഈ സ്ക്വയർ അപ്പുറത്തെ റൂട്ട് ആവും, അപ്പോൾ √0 പറഞ്ഞാൽ എത്ര തന്നെയാണ്? 0. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എക്സിൻ്റെ വാല്യൂ 2. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതായത് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ, ഒരുപാട് മാർക്കിനല്ല, 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതൊരു മെത്തേഡാണ്. ഇത് വേറെ മെത്തേഡിൽ ചെയ്യാട്ടോ, എക്സ് പുറത്തേക്ക് എടുത്തിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ഈ ഒരു സംഭവം പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു, ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞത് മാത്രം. എങ്ങനെ ചെയ്താലും വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിൽ എത്തിപ്പെടാൻ പറ്റിയ ഒന്നാണ്. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡിന്, എക്സിൻ്റെ മുമ്പിൽ എയുടെ വില 1ഉം അതേപോലെ തന്നെ ബിൻ്റെ വാല്യൂ ഈവൺ നമ്പറും ആകുമ്പോൾ നമ്മൾ ഈ ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ, എക്സിൻ്റെ മുമ്പിലുള്ള നമ്പറിൻ്റെ പകുതിയുടെ സ്ക്വയർ 2 ഭാഗം കൂട്ടിയിട്ട് ചെയ്ത മെത്തേഡ്, ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മളതിനെ വർഗത്തികവ് എന്ന് പറയും. കംപ്ലീറ്റിംഗ് സ്ക്വയർ അല്ലെങ്കിൽ വർഗത്തികവ് എന്ന് പറയും. നോക്ക്, ഇയാളിവിടെ വർഗം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. x² - 4x. അതിൻ്റെ കൂടെ ഒരു പ്ലസ് ഇട്ടിട്ട് അതിൻ്റെ പകുതിയുടെ സ്ക്വയറും കൂടി അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിയപ്പോഴാണ് ഇയാളെ ഹോൾ സ്ക്വയറാക്കി എഴുതാൻ പറ്റിയത്. അതാണ് വർഗം, സ്ക്വയർ, ഹോൾ സ്ക്വയറാക്കി എഴുതാം. അപ്പോൾ ഹോൾ സ്ക്വയറാക്കി എഴുതാൻ പറ്റാൻ വേണ്ടി നമ്മൾ ആരോ ഒരാളെ ആഡ് ചെയ്യും. അതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ. സ്ക്വയറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ആ പാഠത്തിൻ്റെ പ്രധാന ആശയം. അത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രൂപമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. എങ്ങനെ? ഒരു ഈവൺ നമ്പറും തൊട്ടടുത്ത ഈവൺ നമ്പറും കൂടി ഇൻഡു ചെയ്തപ്പോൾ ഇത്ര കിട്ടി. അല്ലെങ്കിൽ ഒരു
ട്രയാങ്കിളിൻ്റെ ബേസും ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റും കൂടി ഇൻഡ്യൂ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഒരാൾ എക്സും അയാൾ മറ്റേയാളിനെക്കാട്ടി 4 കൂടുതലുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണെങ്കിൽ ഓരോ സൈഡും എത്രയായിരിക്കും. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഞാൻ ഈ പറഞ്ഞ എക്സാക്റ്റ് ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇനി പോളിനോമിയലിലേക്ക് പോകണം കേട്ടോ. പോളിനോമിയലിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം. പോളിനോമിയൽ എങ്ങനെയാണ് പറഞ്ഞത്? പോളിനോമിയൽ ജസ്റ്റ് ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് അല്ലേ, പി ഓഫ് എക്സ് പറഞ്ഞിട്ടൊരു പോളിനോമിയൽ പറഞ്ഞു. എന്നിട്ട് പി ഓഫ് എക്സിന് നമുക്ക് ഇതാ ഇങ്ങനെ പേര് കൊടുത്ത് x² മൈനസ് 5x + 6. എന്നിട്ട് ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? നിങ്ങളുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും ചില ചോദ്യങ്ങളിൽ. ഇതിൻ്റെ സൊല്യൂഷൻസ് ആരൊക്കെയാണ്? ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരിഹാരം, സൊല്യൂഷൻ, പരിഹാരം. അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ സൊല്യൂഷൻസ് എന്നായിരിക്കില്ല പറയുക. ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ അടുത്ത് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറയും. ഫാക്ടേഴ്സ്. നിങ്ങൾ ഓരോ ദിവസവും പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആവും. അങ്ങനെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒന്നാമത്തെ ദിവസം എഴുതുമ്പോൾ ഇത്രയും കൂടി നന്നായിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഓൺലൈൻ ക്ലാസ്സിലേ ഞാൻ നിങ്ങളുടെ അടുത്താണ് എനിക്ക് 2020 സമയത്ത്, കൊറോണ 21 സമയത്തൊക്കെ ഒരുപാട് ഓൺലൈൻ ക്ലാസ് നമ്മൾ എന്ത് ചെയ്താണ്, ബോർഡിൽ എഴുതി വീഡിയോ എടുത്തതാണ്. പെൻ കൊണ്ട് എഴുതിയിട്ടുള്ള വളരെ കുറച്ച് ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ കാലത്തിന് ശേഷം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുതാൻ ചില പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ നോക്കി, ഇപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? ഞാൻ പറഞ്ഞത് എന്നെ പുകഴ്ത്തി കാണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങളും ഓരോ ദിവസവും തെറ്റി ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മളൊരു ഫലപ്രാപ്തിയിലെത്തും, നമ്മൾ റിസൾട്ടിലെത്തും മക്കളെ. നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഘടകങ്ങൾ. ഓക്കെ, ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ പറയും. ചില ക്വസ്റ്റ്യൻസിൽ എന്തു പറയും? ചോദ്യമെല്ലാം ഒന്നാണ്, പല രീതിയിൽ അത് ചോദിക്കും. അതിൽ ഒന്നാമത്തെ രീതിയാണ് സൊല്യൂഷൻ എന്തൊക്കെയാണ് ചോദിക്കും, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കും, മൾട്ടിപ്പിൾസ് ഓഫ് എന്ത് ചോദിക്കും? മൾട്ടിപ്പിൾസ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിനെ മൾട്ടിപ്പിൾ ആക്കി എഴുതാൻ നിങ്ങളത് ചോദിക്കും. 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി എഴുതാൻ ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് 2 വഴികൾ നിങ്ങളവിടെ, 3 വഴിയുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷെ പ്രധാനമായി 2 വഴിയാണ് ഉള്ളത്. അതിൽ എല്ലാ പ്രോബ്ലങ്ങളെയും ഉപയോഗിക്കാൻ പറ്റിയ ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ആരാണ് ആ ഇക്വേഷൻ? 2 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. a - b² = a + b² - 4a. ഞാൻ എല്ലാം എഴുതാട്ടെ, അവിടെ എഴുതാട്ടാ. എന്നിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അടുത്ത ഇതിൽ ചെയ്യുകയും ചെയ്യാം. എന്തൊക്കെ ഇക്വേഷൻസാണ് നമ്മളിതിൽ പഠിച്ചത്? ഏറ്റവും പ്രധാനമായും പഠിച്ച ഒരു ഇക്വേഷനാണ്. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ സാധനം പഠിക്കണം കേട്ടോ. എന്താണ്? x = -b ± √b²- ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലടാ. /2a. ഇതിൽ ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആളുടെ വാല്യൂവിൻ്റെ ഒരു പേരാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഡിസ്ക്രിമിനൻ്റ് എന്ന് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ വിവേചകം എന്ന് പറഞ്ഞത്. ഓക്കെ, അത് ഇപ്പോഴത്തെ പരീക്ഷയിൽ അത്ര അധികം ചോദിക്കണമല്ല, നിങ്ങൾക്ക് അറിയോ നോക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്ന് മാത്രം. മറ്റൊരു ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. a - b² = a + b² - 4ab. ഇതാണ് മറ്റൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഈ ഇക്വേഷനാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. പക്ഷേ നമുക്ക് ഈ 2ഉം ഉപയോഗിക്കാൻ പറ്റും മിക്ക പ്രോബ്ലങ്ങളിലും. 2 ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് നോക്കാം. നമുക്ക് ഈ സാധനത്തിനെ എങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. ഈ 2 രീതിയിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നോ പ്രോബ്ലം. റെഡിയല്ലേ? പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇക്വേഷൻ പ്രകാരമാണ്. നിങ്ങൾ 2 കൂടി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ a - b² എന്ന ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എയും ബിയും നമ്മുടെ സൊല്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇതിന് 2 ഉത്തരങ്ങൾ വരും.
ആ രണ്ട് ഉത്തരങ്ങളിൽ ഒന്നാമത്തെ ആളിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുക, രണ്ടാമത്തെ ആളിനെയാണ് നമ്മൾ എ എന്ന് പറയുക, രണ്ടാമത്തെ ആളിനെയാണ് നമ്മൾ ബി എന്ന് ഉദ്ദേശിക്കുന്നത്. അതേ സ്ഥാനത്ത് ഇയാളെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ പറയുന്നത് ആരാണ്? എക്സ് ആണ്, എക്സ് ഈക്വൽ ടു ആണ്. അപ്പോൾ എയും ബിയും ഒക്കെ ആരാണ്? എക്സ് സ്ക്വയറിൻ്റെ മുമ്പിലുള്ള വിലയാണ് എ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ മുമ്പിൽ ആരാണോ അയാളിനെയാണ് എ പറയണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആരിനെ എ പറയണത്? ഉത്തരങ്ങൾ രണ്ടുപേര് കിട്ടുമല്ലോ, പ്ലസ് ഓർ മൈനസ് ഒക്കെ ചെയ്തിട്ട് രണ്ട് ഉത്തരം കിട്ടുമല്ലോ. അതിലത്തെ ഒരു ഉത്തരത്തിന് എ എന്നും ഒരു ഉത്തരത്തിന് ബി എന്നുമാണ് നമ്മളിവിടെ വിളിക്കുന്നത്. പക്ഷേ ഇവിടെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ഇക്വേഷനിൽ ഇവിടെ ആരാണ്? നമ്മുടെ എക്സ് സ്ക്വയറിന് മുമ്പിലുള്ള ആളാണ് എ, എക്സിൻ്റെ മുമ്പിലുള്ള ആളാണ് ബി, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ് സി. അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്, കൺഫ്യൂഷൻ ആകരുത്. നമുക്ക് ഈ രണ്ട് രീതിയിൽ ഇതൊന്ന് ചെയ്തു നോക്കിയാലോ മക്കളെ? ആരാണ് നമ്മുടെ ഈ ഇക്വേഷനെ? ഈ ഒരൊറ്റ പ്രോബ്ലം എടുത്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെയും വിശദീകരിക്കാം. 1, 2, 3 ഈ മൂന്ന് കാര്യങ്ങളെ വിശദീകരിക്കാം. അതുമാത്രമല്ല ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് വിശദീകരിക്കാം. റെഡിയല്ലേ? നമുക്ക് നോക്കാം. നിങ്ങൾ മടുപ്പുണ്ടാവണ്ട. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒരു സമയത്താണ്, നിങ്ങൾ കാണുന്നത് മറ്റൊരു സമയത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനിടയിൽ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ലൈവ് കാണുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിന് ഞാനത് കാണും. കമൻറ്റ് ചെയ്യുക, നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക. വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക. അതാണ് മര്യാദ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുക. അങ്ങനെ ചിലപ്പോൾ ചില ഡൗട്ടുകൾ കമൻറ്റിലൂടെ മാത്രം ചിലപ്പോൾ തീർക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് ക്ലിയർ ചെയ്യാം, പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അതിൻ്റെ പ്രോബ്ലം നോക്കാം. അതായത് നമ്മുടെ എന്താ ഇക്വേഷൻ എഴുതിയത്? ഇവിടെ നമ്മൾ എന്താ ഇക്വേഷൻ എഴുതിയത്? എക്സ് സ്ക്വയർ പോളിനോമിയൽ എന്താ എഴുതിയത്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് എഴുതിയത് അല്ലേ? അപ്പോൾ ഞാൻ ആ പോളിനോമിയൽ ഇവിടെ എഴുതിയെടുക്കാൻ പോവാണ്. എന്താ നമ്മുടെ പോളിനോമിയൽ? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. അപ്പോൾ ഞാൻ എന്ത് എഴുതുന്നറിയോ? പോളിനോമിയൽ പി ഓഫ് എക്സ് അല്ലേ? പി ഓഫ് എക്സ് ഈക്വൽ ടു കേട്ടോ. ഇവിടെ ഞാൻ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ പോകണമെന്നറിയോ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ ഈ പാഠം നിങ്ങൾ പഠിച്ചു. പിന്നെ ഇത് പാഠങ്ങളിൽ പറയാത്ത ചില രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ അതാണ് കൂടുതലായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. പാഠങ്ങളിൽ തരാത്ത രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണില്ല. അത് നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇയാൾ ആരാ? -5 അല്ലേ? -5. ഇയാളെ നമ്മളിവിടെ വിളിക്കുന്ന പേരെന്താ? എയും ബിയും കൂടി കൂട്ടിയാൽ, അതായത് കിട്ടേണ്ട ഉത്തരങ്ങളാണ് എയും ബിയും. ഇവിടെ എയും ബിയും രണ്ട് അർത്ഥവും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. കിട്ടേണ്ട രണ്ട് ഉത്തരങ്ങളും കൂടി കൂട്ടിയാൽ -5 കിട്ടും. കിട്ടേണ്ട രണ്ട് ഉത്തരങ്ങളും കൂടി ഇൻറ്റു ചെയ്താൽ ഈ അവസാനമുള്ള ഈ 6ഉം കിട്ടും. ഇത് നിങ്ങൾ ഒരുപാട് പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതായിരിക്കും. 6ഉം കിട്ടും. വീണ്ടും അതിൻ്റെ 6 വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എന്തിനാണ് നമ്മൾ ഇതിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്? എ പ്ലസ് ബി ആരാന്ന് നമുക്കറിയാം. എ മൈനസ് ബിയും കൂടി കണ്ടുപിടിച്ചാൽ രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്തിട്ട് എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. കത്തിയില്ലല്ലേ? ഒന്നുകൂടി പറയാം. ഈ ഇക്വേഷനിൽ ഇടതുഭാഗത്ത് ആരാണ് നോക്ക്? എ മൈനസ് ബി. ഇതിൽ എ പ്ലസ് ബി പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ആളാണ്. ആര്? എക്സിൻ്റെ മുമ്പിലുള്ള ആളാണ്. എ ബി എന്ന് ഉദ്ദേശിക്കുന്ന ആൾ ആരാണ്? 6 ആണ്. അതായത് അവസാനമുള്ള ആളാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എ മൈനസ് ബി കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാമെന്ന് ഞാൻ അത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞുതരാം. നോക്കിയോ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ആരാ എ പ്ലസ് ബി? -5. -5ൻ്റെ സ്ക്വയർ, -5ൻ്റെ സ്ക്വയർ -4 ഇൻറ്റു എ ബി. ആരാണ് മക്കളെ? എ ബി. എയും ബിയും കൂടി ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? 6. അപ്പോൾ -5ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ എത്രയാ? 25. ചില കുട്ടികൾ -25 എന്ന് എഴുതും. അത് പൊട്ടത്തെറ്റാണ്. മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ്. ഓക്കെ, -4 ഇൻറ്റു 6 ചെയ്താൽ എത്ര കിട്ടുക? 24. അതായത് നമുക്ക് എത്ര കിട്ടും? 1. ആരാണ് ഇപ്പോൾ 1? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് 1. അപ്പോൾ എ മൈനസ് ബി എത്രയായിരിക്കും? എ മൈനസ് ബി ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ ഉണ്ടല്ലോ, ഈ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താണ് അവർ? റൂട്ട്. ഇവിടെ എന്താ ഉത്തരം കിട്ടിയത്? 1. റൂട്ട് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്.
അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ എ പ്ലസ് ബി, ഇവിടെ ഇക്വേഷനിൽ നിന്ന് കിട്ടിയ എ പ്ലസ് ബി, ആരാണ് നമ്മുടെ എ പ്ലസ് ബി? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ -5 എന്നിട്ട് അതിൻ്റെ താഴെ എന്ത് ചെയ്തു? ഇപ്പം നമുക്ക് കിട്ടിയ ആൾ ആരാണ്? ഇപ്പം കിട്ടിയ ആൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1 എന്നിട്ട് അടിയിൽ വരട്ടു, രണ്ടും കൂടി ആഡ് ചെയ്യുക. -5ഉം 1ഉം കൂടി കൂട്ടിയാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു, വലുതിൻ്റെ മുമ്പിലുള്ള ചിഹ്നം ഇടുന്നു, ദാറ്റ് ഈസ് -4. പ്ലസ് ബിയും മൈനസ് ബിയും കൂടി ക്യാൻസൽ ചെയ്ത് പോയാൽ 0, എയും കൂടി കൂട്ടിയാൽ 2a. ഇപ്പോൾ 2a -4 ആണെങ്കിൽ a പറഞ്ഞാൽ എത്രയായിരിക്കും? -4/2. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? -2. എയുടെ വാല്യൂ -2. അപ്പോൾ ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഈ കിട്ടിയ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇക്വേഷനാണ് ഉപയോഗിക്കണമെങ്കിൽ എയും ബിയും സൊല്യൂഷൻസ് ആണ്, പരിഹാരങ്ങളാണ്. അപ്പോൾ നമുക്ക് ബിയും കൂടി വേണമല്ലോ, എ മാത്രം പോരല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എ പ്ലസ് ബി പറഞ്ഞ ഇക്വേഷൻ എടുക്കുക. ഏതെങ്കിലും ഒന്ന് മതിയിട്ടാ എ പ്ലസ് ബി എടുക്കുക. സാധാരണ എല്ലാവരും ഇതിലിട്ട് കൊടുക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ കോള് വന്നപ്പോൾ കട്ടായതാണേ. ശരി, അപ്പോൾ തിരിച്ചു വരാം. നമ്മുടെ ഏതാ ഇക്വേഷൻ നമ്മളിപ്പോൾ എടുക്കുക? എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി -5. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം കേട്ടോ. ഏതെങ്കിലും ഇക്വേഷൻ മീൻസ് ഇതോ അല്ലെങ്കിൽ ഇതോ, ഏത് വേണമെങ്കിൽ എടുക്കാം. എ ഇൻറ്റു ബിയിലോ ഏത് വേണമെങ്കിൽ എടുക്കാം, നോ പ്രോബ്ലം. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ 3 ആൾക്കാരുണ്ട്, എ പ്ലസ് ബി, എ ഇൻറ്റു ബി, എ മൈനസ് ബി. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ, എയിൻ്റെ വില കിട്ടിയ ശേഷം ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതുന്നു. അതിൽ എയിൻ്റെ വില എത്രയാണ്? -2. അതിൽ എക്ക് പകരം -2 എന്നിട്ട് കൊടുക്കുന്നു. പ്ലസ് ബി ഈക്വൽ ടു -5. ദെർഫോർ ബിൻ്റെ വില എന്ന് പറയുന്നത് -5 ഇപ്പുറത്തുണ്ട്, -2 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോയപ്പോൾ +2 ആയി. അപ്പോഴേ ഞാൻ പറഞ്ഞതുപോലെ വലുതിൽ നിന്ന് 5ൽ നിന്ന് ചെറുത് കുറച്ചു 3. വലുതിൻ്റെ മുമ്പിലുള്ള വാല്യൂ സൈൻ മൈനസ് ആണ്. അപ്പോൾ ബിൻ്റെ വാല്യൂ -3. അപ്പോൾ നമുക്കിവിടെ സൊല്യൂഷൻ കിട്ടിയില്ലേ? ആരൊക്കെയാണ് നമ്മുടെ സൊല്യൂഷൻ? ഇവിടെ ആരൊക്കെയാണ് നമ്മുടെ സൊല്യൂഷൻ? നമുക്ക് എഴുതാം. ആരൊക്കെ നമ്മുടെ സൊല്യൂഷൻ? സൊല്യൂഷൻസ് ആർ, പരിഹാരങ്ങൾ. സൊല്യൂഷൻസ് ആർ ആരൊക്കെ നമ്മുടെ സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻസ് പറഞ്ഞാൽ നമ്മുടെ x ഈക്വൽ ടു -3ഉം പിന്നെ x ഈക്വൽ ടു -2. അതായത് എയും ബിയും ഇവിടെ സൊല്യൂഷൻസ് ആണ്. ഇനി ആരാണ് ഇവിടെ ഫാക്ടർ എന്നാണ് ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കാട്ടാ. അതൊക്കെ ട്രിക്കാണ് അതിൻ്റെ. ഫാക്ടറാണ് ചോദിച്ചിരിക്കണമെങ്കിൽ ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആരൊക്കെ സൊല്യൂഷൻ? x -3ഉം ഇതുമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ സൊല്യൂഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? x -3 ഇൻറ്റു x -2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഈ സാധനം കിട്ടും, മറ്റേ സാധനം കിട്ടും. ഓക്കെ, ഇത് ഫാക്ടർ പറഞ്ഞാൽ ഇത് രണ്ട് കോമീറ്റർ എഴുതുക. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, സൊല്യൂഷൻസ് ഇടുമ്പോൾ ഇതിന് നെഗറ്റീവ് സൈൻ എടുത്താൽ മതി കേട്ടോ. ഇവിടെ ആരാണോ അതിൻ്റെ നെഗറ്റീവ് സൈൻ, +3ഉം +2. കാരണം എന്താണ്? x -3 0 ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുക്കണം. x -2 0 ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ അതിൻ്റെ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇത് കിട്ടുക. ഇതേ സ്ഥാനത്തിൽ നമുക്ക് മറ്റേ സംഭവം ഒന്ന് ചെയ്തു നോക്കാം. ഇത് പഠിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇത് മതി. അല്ല, ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുന്നത് മാത്രം. റെഡിയാണല്ലോ? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? x². ഇതിലേതാ എളുപ്പമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. x² - 5x + 6 = 0. ഇവിടെ ഇത് ആരാണിത്? ax² + bx + c = 0. അപ്പോൾ എയിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ 1 ആണ്. എയിൻ്റെ വാല്യൂ 1 ആണ്. പിന്നെയോ ബിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ ബിൻ്റെ വാല്യൂ, ബിൻ്റെ മുകളിൽ എന്താണ് നോക്ക്? ബിൻ്റെ വാല്യൂ -5 ആണ് മക്കളെ, -5. സിൻ്റെ വാല്യൂ എന്താണ്? സിൻ്റെ വാല്യൂ പറയുമ്പോൾ 6 ആണ്. സിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ ഇവിടെ എയിൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായോ എന്തൊക്കെയാണെന്ന്? അവിടെ എയും ബിയും പറയുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങളായിരുന്നു. ഇവിടെ എയും ബിയും ഉത്തരങ്ങളല്ല. ഉത്തരം ഇവിടെ ആരാണ്? x ആണ്. x ഈക്വൽ ടു -b ± √b² - 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ ഇവിടുത്തെ b² - 4ac നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ആ ഡിസ്ക്രിമിനൻറ്റിൻ്റെ അത് കണ്ടുപിടിച്ചാൽ എളുപ്പമാണ് ചെയ്യാൻ. -5ൻ്റെ സ്ക്വയർ, -5ൻ്റെ സ്ക്വയർ പറയുമ്പോൾ 25 -4 ഇൻറ്റു എയിൻ്റെ വാല്യൂ 1 ഇൻറ്റു സിൻ്റെ വാല്യൂ 6
അപ്പോൾ എന്താ നമുക്ക് കിട്ടുക 6. അപ്പോൾ 25 മൈനസ് ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ എന്താ കിട്ടുക 4 × 1 4 തന്നെ 4നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 24. അപ്പോൾ 1 എന്ന് കിട്ടും 1 അല്ലേ. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഒക്കെ ഇതിലിട്ട് കൊടുക്കാം. മൈനസ് ബിൻ്റെ വാല്യൂ തന്നെ -5 അപ്പോൾ ഈ മൈനസും ബിയിലുള്ള മൈനസും കൂടിയിട്ട് പ്ലസ് ആകും. 5 ± √1 ഇന്നങ്ങനെ 1 വരാൻ കാരണം എന്താ ഈ സാധനം ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടിയതേ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കുറയ്ക്കാം, എളുപ്പത്തിൽ ചെയ്യാം. 2 × a വാല്യൂ 1. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ± √1 പറഞ്ഞാൽ 1 തന്നെ /2. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? x ഈക്വൽ ടു 5 + 1/2 ഓർ x ഈക്വൽ ടു 5 - 1/2. പ്ലസ് ഓർ മൈനസിനെ ഒരെണ്ണത്തിൽ പ്ലസും മറ്റൊന്നിൽ മൈനസും. ഇതാണ് ഈ പ്ലസ് ഓർ മൈനസിനെ ഒരെണ്ണത്തിൽ പ്ലസും ഒരെണ്ണത്തിൽ മൈനസും. 5 ഒന്നും കൂടി കൂട്ടി 6, 6ൻ്റെ പകുതി 3, 5 1 പോയാൽ 4, 4ൻ്റെ പകുതി 2. 2 ഉത്തരങ്ങൾ കിട്ടി. നോക്ക്, നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിൽ മൈനസ് ഒഴിവാക്കിയപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? 2 3. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ കിട്ടി സൊല്യൂഷൻ. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് ചെയ്തു? സൊല്യൂഷൻ കിട്ടി. അപ്പോൾ നമ്മളിവിടെ എന്തെഴുതും? ആരൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 3ഉം x ഈക്വൽ ടു 2. രണ്ടിലത്തെ ഉത്തരം തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഫാക്ടേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? x - 2 ഇൻറ്റു x - 3. അതെന്താ അങ്ങനെ എഴുതാൻ കാരണം? ഇവിടെ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടേഴ്സിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ നെഗറ്റീവ് എടുക്കാൻ പാടുള്ളൂ. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു. ആവശ്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇവിടെ നോക്ക്, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? പോളിനോമിയലിൽ x² - 5x + 6 എടുത്തു. നിങ്ങൾക്ക് സൊല്യൂഷൻ കാണണമെങ്കിലും ഏത് രൂപത്തിൽ ചെയ്യണമെങ്കിലും അതേപോലെ തന്നെ ഫാക്ടേഴ്സ് കാണണമെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ കാണണമെങ്കിലും ഇതിനെ ഈ 2 വഴികളിൽ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അത് തെളിയിക്കാനാണ് ഞാൻ ആദ്യം ഇത് വെച്ചിട്ട് ചെയ്തു തന്നു, പിന്നെ ഇത് വെച്ചിട്ടും ചെയ്തു തന്നു. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നേരാവണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ 3 വഴി നിങ്ങൾ പഠിച്ചു, ഒന്നും നേരെ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഇതാണ് മക്കളെ ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെ റിപ്പീറ്റായിട്ട് ഈ വീഡിയോ വേണമെങ്കിൽ കാണാം. ഇനി ഞാൻ PYQ ക്വസ്റ്റ്യനിലേക്ക് നാളെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തു വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ടൈം കിട്ടുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഇതിൻ്റെ PYQ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. ഇവിടെ കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോളിനോമിയൽ എടുത്തിട്ടുണ്ട്. ഈ 2 പാഠങ്ങളുടെയും കൂടിയിട്ടുള്ള PYQ ആണ് ഇതെല്ലാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ചെയ്യാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഈ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മുടെ മാത്സിന് ഒരു ക്രാഷ് ബാച്ച് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് 27-ാം തീയതി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. നമ്മുടെ ആപ്പ് വഴിയാണ്, നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് നടത്തിയിരുന്നത്. നമ്മുടെ ബാച്ച് തുടങ്ങുന്നത് എന്തായിരിക്കും? യൂട്യൂബ് വഴിയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് നടന്നത്. പക്ഷേ നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മളത് നമ്മുടെ ആപ്പ് വഴിയായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമ്മുടെ ആപ്പിൻ്റെ പേര് ഇതാണ്. നിങ്ങൾ ഗൂഗിൾ ആപ്പിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ഏതിൽ പോയിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. വിബ്ജ്യൂർ എജു ഹബ് എന്നാണ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നമ്മുടെ വിബ്ജ്യൂറിൻ്റെ സ്റ്റുഡൻസ് ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുള്ള് ചാപ്റ്റർ റിവിഷൻസ് നമ്മൾ എടുക്കും. എല്ലാ ചാപ്റ്ററും റിവിഷൻ. ഇപ്പോൾ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് പോണേ ഉള്ളൂ. അതിനൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ എടുക്കും. PYQ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് 2016 to 24 ഇപ്പോൾ നമ്മൾ 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറിങ്, നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വാട്സപ്പിലൂടെയും കോളിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും വിബ്ജ്യൂറിൽ ഓഫ്ലൈനിൽ പഠിക്കുന്നവർക്കും ഓൺലൈനിൽ പഠിക്കുന്നവർക്കും ഒരു 5 മാത്സിൻ്റെ മോഡൽ എക്സാം എങ്കിലും നമ്മൾ നടത്തും. ഓക്കെ, അതെ. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഈടാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂ ഇയർ ആയി നമ്മൾ എന്ത് ചെയ്യണം? ഒരു 30 അഡ്മിഷനാണ് പുതിയ ബാച്ചിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 799 രൂപയാണ് അതിന് ആകുന്നത്. താല്പര്യമുള്ള ആളുകൾ ഫോണിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.